വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖനയെ മയക്കുപിടി വെക്കാനുള്ള ദൌത്യം തുടരുന്നു. ആന ചേലൂർ ഭാഗത്തേക്ക് നീങ്ങുന്നത് ദൌത്യ സംഘത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. 4 വെറ്റിനറി ഓഫീസർമാരും RRT സംഘവും ദൌത്യത്തിന്റെ ഭാഗമാകും. 4 കുങ്കിയാനകളും തയ്യാറാണ്. ബേലൂർ മഖനയെ മയക്കുപിടി വെച്ച് പിടികൂടിയാൽ മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് നീക്കം. ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജോ, നിലവിൽ ഈ ദൌത്യം എങ്ങനെ പുരോഗമിക്കുന്നു? പ്രവിത, ഇപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ദൗത്യം ഓണാണ്, അതായത് മിഷൻ ഓണാണ്, ദൗത്യം തുടരുന്നു എന്നത് തന്നെയാണ്. അതായത് പൂർണ്ണമായും ഇത് പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം അവർ കൃത്യമായി സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ഈ ആന നേരത്തെ കൃത്യമായി ലൊക്കേഷൻ സ്കെച്ച് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ലൊക്കേഷൻ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അത് ബാവലി ഭാഗത്താണ്. അതായത് ബാവലി ആനപ്പാറ വളവിനോട് ചേർന്ന ഭാഗത്ത് നിന്ന് ചെമ്പകപ്പാറയൊക്കെ ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് അകത്തേക്ക് ഒരു 3 കിലോമീറ്റർ എന്നതായിരുന്നു. അത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അതിർത്തി മേഖലയാണ്. കേരളത്തിൻ്റെ വനവും ഫോറസ്റ്റ് പ്ലാന്റേഷനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയ്ക്ക് അകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് കുങ്കിയാനകളെ എത്തിച്ചു. ദൗത്യ സംഘവും ആ ഭാഗത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ ദൗത്യം മിഷൻ ഏതാണ്ട് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ആനയുടെ അടുത്തേക്ക് കുങ്കിയാനകളും മറ്റും എത്തിയപ്പോൾ, അതായത് ഒരു ആനയുടെ അടുത്തേക്ക് മറ്റൊരു ആന എത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആനകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ആ സമയത്ത് ആന പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആ ചേലൂർ മണ്ണുണ്ടി ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ ആന കടന്നുപോയത് ഈ ഭാഗത്തു കൂടിയാണ്. ഞാൻ നിൽക്കുന്നതിന് നേരെ എതിർഭാഗത്ത് കാണുന്ന ഭാഗത്തു കൂടിയാണ് യഥാർത്ഥത്തിൽ ബാവലി ഭാഗത്തേക്ക് പോയത്. ആ ബാവലി ഭാഗത്തേക്ക് പോയ ആന ആ ഭാഗത്ത് മുഴുവൻ മിഷൻ സെറ്റ് ചെയ്തു. അവിടെ തന്നെ ദൗത്യം നിർവഹിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി മാറുന്നൊരു സാഹചര്യമാണ് കണ്ടത്. അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇങ്ങോട്ടേക്ക് തന്നെ മണ്ണുണ്ടി ഭാഗത്തേക്ക് തന്നെ ആന വന്നു എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ RRT സംഘത്തെയും ദൗത്യ സംഘത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടീമിനെയും ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ ഇവിടെ നടത്താനുള്ള പ്രവർത്തനങ്ങളുടെ പ്രാരംഭം അല്ലെങ്കിൽ തുടക്കം ിട്ടുണ്ട്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം സങ്കീർണമാകുന്നുണ്ട്, കൂടുതൽ വെല്ലുവിളികളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒപ്പം ഈ ഒരു RRT സംഘം ഈ ബേലൂർ മകനെ പിന്തുടരുന്നുണ്ട്, കൊലയാളി ആനയെ പിന്തുടരുന്നുണ്ട്. അവർ നൽകുന്ന ഇൻപുട്സ് ഉണ്ട്. ഒപ്പം ഇവിടെ നിന്ന്, അതായത് ഈ മണ്ണുണ്ടി ഭാഗത്ത് നിന്നുള്ള RRT സംഘം ഇവിടെയും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആനയുടെ 2 വശങ്ങളിലും RRT സംഘവും സ്പെഷ്യൽ ടീമും ഉണ്ട്. അവർ 2 വശത്തു നിന്നും ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഏത് ഭാഗത്തേക്ക് എത്തും, എപ്പോഴെത്തും, അങ്ങനെ എത്തുമ്പോൾ ലൊക്കേറ്റ് ചെയ്യുക, ആ ഭാഗം കൃത്യമായി ദൗത്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനനുസൃതമായി കാര്യങ്ങളെ ക്രമപ്പെടുത്താനുള്ള സജീവമായ ശ്രമമാണ്. കാരണം ഇത് വലിയ മനുഷ്യാധ്വാനമുള്ള വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാഗത്തേക്ക് ആന എത്തുകയാണെങ്കിൽ, അതായത് അധികം വൈകാതെ വലിയ തോതിൽ ഈ ദൗത്യത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ സമയമൊക്കെ കടന്നു പോകാതെ എത്തുകയാണെങ്കിൽ ഈ ഭാഗം യഥാർത്ഥത്തിൽ തുറസായ പ്രദേശമാണ്. അതായത് നേരെ എതിർഭാഗത്തൊക്കെ കാണുന്നത് ഒരു തുറസായ പ്രദേശമാണ്. അവിടെയും ഈ ഓപ്പറേഷൻ വളരെ വേഗത്തിൽ നടത്താൻ കഴിയും. അതായത് യഥാർത്ഥത്തിൽ ബാവലി ഭാഗത്ത് ഓപ്പറേഷൻ നടത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ മയക്കുപിടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാണുന്ന തുറസായ സ്ഥലത്ത് വെച്ച് നടത്താൻ കഴിയുമെന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചേലൂർ ഭാഗം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മിഷനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ആ സ്ഥലത്തേക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തണം, കൃത്യമായി അത് ലൊക്കേറ്റ് ചെയ്യണം. ഈ തക്കത്തിന് എവിടെയാണോ ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ കൃത്യമായി ഇതിനനുസരിച്ച് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആനയെ കൃത്യമായി പിടികൂടാൻ സാധിക്കും വിധം പ്രതിസന്ധികളില്ലാതെ ഏത് ലൊക്കേഷനിലേക്കാണ് എത്തിക്കാൻ പറ്റുക അവിടെ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭാഗത്താണെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ്. അതല്ല, പിന്തുടരുന്ന RRT സംഘത്തിന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, അവർക്ക് എവിടെയാണ് ആനയെ ഏതെങ്കിലും ഒരു പ്രത്യേക ലൊക്കേഷൻ, അതായത് വിസിബിളായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ വെച്ചും നടത്താൻ കഴിയും, ഈ മിഷൻ നടത്താൻ കഴിയും, അല്ലെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായ ഫയറിങ്ങിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പിന്തുടരുക, സാധ്യമായ ഒരു ലൊക്കേഷനിലേക്ക് എത്തും വരെ കാത്തിരിക്കുക എന്നതാണ്. പക്ഷേ അതിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയും ആശങ്കയും എന്നത്, ഏതെങ്കിലും തരത്തിൽ അത് വലിയ തോതിൽ നീണ്ടുപോവുകയാണെങ്കിൽ ദൗത്യം പ്രതിസന്ധിയിലാകും. അതല്ല, ഈ ഭാഗത്തേക്ക് തന്നെ നീങ്ങിയാലും കുഴപ്പമില്ല, അത് ദൗത്യത്തെ ബാധിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുവേണ്ടി സജീവ ശ്രമം തുടരുകയാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഒപ്പം ഇവിടെ പോലീസിൻ്റെ അടക്കം സാന്നിധ്യമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും മാത്രമല്ല, പോലീസ് അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട്. അതും പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ പ്രതിഷേധമൊക്കെ ഉണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറാതിരിക്കാനാണ്. കാരണം ആളുകളൊക്കെ പറയുന്നത് ഇക്കാര്യത്തിൽ എന്താണ് ഒരു വ്യക്തതയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നവർ പറയുന്നുണ്ട്. കാരണം അവരുടെ ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് പോലീസിൻ്റെ സാന്നിധ്യവും ഒക്കെ ഉള്ളത്, അത് മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടായി വളരാതിരിക്കാൻ. ഒപ്പം
ഒപ്പം ജനവാസ മേഖലയിലേക്ക് കടന്ന് മറ്റെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുമുള്ള ജാഗ്രത പ്രത്യേകമായി RRT സംഘവും സ്പെഷ്യൽ സ്ക്വാഡും ഒക്കെ ഇവിടെ സജീവമായി തന്നെ രംഗത്തും കളത്തിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ തുറസായ പ്രദേശമാണ്. ഈ മേഖലയിലടക്കം മിഷന് പറ്റിയ ഒരു പ്രദേശമാണ്. ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അത് ഒരു തരത്തിലും മിഷനെ പ്രതികൂലമായി ബാധിക്കില്ല, മാത്രമല്ല ഗുണകരമാകും എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചത്. ഏതായാലും ഈ ഭാഗത്തൊക്കെ RRT സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവർക്ക് ഈ ഭാഗത്തേക്ക് ആന എത്തിയാൽ വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. പിന്തുടരുന്ന സംഘവുമുണ്ട്, അവർ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരേ സമയം വെല്ലുവിളിയും സാധ്യതയും ഇപ്പോൾ ഈ മിഷൻ്റെ കാര്യത്തിൽ തുടരുന്നുണ്ട്. കാരണം ബേലൂർ മകനെ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ്റെ യുവാവിൻ്റെ സംസ്കാരം ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഈ ദൗത്യം മറുവശത്ത് ആരംഭിക്കുകയും ഒക്കെ ചെയ്തത് എന്നതുകൂടി നമ്മൾ കാണണം. അതിന് അങ്ങനെ ഒരു വൈകാരിക തലമുണ്ട് എന്ന് മാത്രമല്ല, രണ്ടാഴ്ചക്കിടെ രണ്ടാമത്തെ ഒരു ദൗത്യം വയനാട്ടിൽ തന്നെ, അതും നോർത്ത് വയനാട്ടിൽ തന്നെ രണ്ടാമത്തെ ദൗത്യമാണ്. നേരത്തെ തണ്ണീർക്കൊമ്പൻ്റെ കാര്യം നമുക്കറിയാം, സമാനമായ ഒരു ദൗത്യം. ഈ രണ്ടിനും സമാനതകളുള്ളത്, രണ്ടും കർണാടകയിൽ നിന്ന് കർണാടക വനം വകുപ്പ് പിടിച്ച് വനത്തിലയച്ച, റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലയച്ച ആനകളാണ്. ഇതാണ് ഇതിന് മറ്റൊരു സവിശേഷത. അങ്ങനെ വരുമ്പോൾ കർണാടക വനം വകുപ്പിനെ സംബന്ധിച്ച് എതിരെ ഉയർന്ന ഒരു ആരോപണവും അത് കേരള അതിർത്തിയിലല്ലാതെ, അതായത് ഹാസനിൽ നിന്നൊക്കെ പിടിക്കുമ്പോൾ ബേലൂർ ഡിവിഷനിൽ നിന്നൊക്കെ പിടിക്കുന്ന സമയത്ത് അത് കേരള അതിർത്തിയിൽ വരെ കൊണ്ടുവന്ന് തുറന്നു വിടേണ്ടതില്ല. അതിന് മറ്റ് സ്ഥലങ്ങളുണ്ടല്ലോ. കർണാടകയ്ക്കാണ് കേരളത്തേക്കാൾ വലിയ ഫോറസ്റ്റ്, വന്യജീവി സങ്കേതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ല, റിസർവ് ഫോറസ്റ്റിൻ്റെ പൊതുവായി റിസർവ് ഫോറസ്റ്റ് എടുത്താലും കർണാടകയ്ക്ക് വലിയ ഭൂപ്രദേശമുണ്ട്. അവിടെയൊക്കെ തുറന്നുവിടാം, അതിർത്തിയിൽ തന്നെ കൊണ്ടുവിടുന്നു. അവർക്കുള്ള കരുതലോ ജാഗ്രതയോ ഒന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പലപ്പോഴും കേരള വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. ആനയ്ക്ക് യഥാർത്ഥത്തിൽ അതിർത്തിയൊന്നും ബാധകമല്ല എന്നത് വേറൊരു സത്യം. പക്ഷേ അതങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇക്കാര്യത്തിൽ വനം വകുപ്പിനെതിരായ ഒരു വശത്തെ വിമർശനങ്ങളുണ്ട്. അതേസമയം തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ വീഴ്ച പറ്റിയെന്ന വിമർശനങ്ങളിൽ അതൃപ്തിയുള്ള ഉദ്യോഗസ്ഥർ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്രയും വലിയൊരു ദൗത്യം നിർവഹിച്ചിട്ട് വിമർശനമാണ് കൂടുതൽ കിട്ടിയത് എന്ന പരാതി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയും ആ വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ആ വിമർശനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു മാത്രമേ ഈ നടപടികളിലേക്കൊക്കെ കടക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ചോദിച്ചിരുന്നു, ഇനി ദൗത്യം സാധ്യമാണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ മിഷൻ ഓണാണ് എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചത്. അതായത് ഇവിടെ നിന്ന് അകത്തുള്ള സംഘവുമായി ആശയവിനിമയം സാധ്യമല്ല. അതേസമയം ഈ ഭാഗത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന മണ്ണുണ്ടി ഭാഗത്തേക്ക്, അതായത് ചേലൂർ മണ്ണുണ്ടി ഭാഗത്ത്, കാട്ടിക്കുളത്തിനടുത്ത ചേലൂർ മണ്ണുണ്ടി ഭാഗമാണ്, ആ ഭാഗത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയും സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ദൗത്യം നിർവഹിക്കാൻ കഴിയും വിധമുള്ള ടീമിനെയുണ്ട്. അപ്പോൾ അവർ പറയുന്നു, ഇക്കാര്യം വിശദീകരിക്കുന്നത് മിഷൻ ഓണാണ്, അതിൽ പ്രതിസന്ധിയില്ല എന്നതാണ്. പക്ഷെ അതെങ്ങനെ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. മിഷൻ ഓണാണ് എന്നത് ഒരു പ്രതീക്ഷയാണ്, എങ്കിലും അത് സാധ്യമാകും എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ അംഗീകരിക്കപ്പെട്ടതാണ്, മയക്കുവെടി വെച്ച് തന്നെ മാറ്റുക. കാരണം അക്രമകാരിയായ ആനയാണ്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആന കർണാടക വനമേഖലയിലേക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമില്ല, മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായും ഇത് മയക്കുവെടി വെച്ച് തന്നെ ഈ ആനയെ, ഈ കൊലയാളി ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റണം. അത് വനത്തിൽ തുറന്നുവിടുകയോ കർണാടകയ്ക്ക് കൈമാറുകയോ ഒന്നുമല്ല, മുത്തങ്ങയിലേക്ക് തന്നെ പോകട്ടെ എന്ന നിലപാടൊക്കെ അവർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. അത് അംഗീകരിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ വനം വകുപ്പ് അത് അംഗീകരിക്കുകയും ആ നിലയ്ക്ക് തന്നെ നടപടികളിലേക്ക് കടക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായാണ് ദൗത്യം ആരംഭിച്ചത്. ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിന്നീട് കൃത്യമായി സിഗ്നൽ ലഭിച്ചു, ട്രാക്ക് ചെയ്തു, ലൊക്കേഷനിലെത്തി, ആനയെ കണ്ടെത്തിയതിന് പിന്നാലെയാണ്, അതായത് കൃത്യമായി ഒരു നിശ്ചിത അകലത്തിൽ എത്തിയപ്പോഴേക്കും ആന പിന്തിരിഞ്ഞോടി. അത് ഈ കുങ്കിയാനകളുടെ സാന്നിധ്യവും മനുഷ്യ സാന്നിധ്യവും ഒക്കെ വളരെ വേഗത്തിൽ ആനയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞാണ്. എന്ന് മാത്രമല്ല, ഈ ആനയുടെ സ്വഭാവം തന്നെ പ്രത്യേകതകൾ ഉള്ളതാണ്. നേരത്തെ തണ്ണീർക്കൊമ്പനാണെങ്കിൽ ശാന്തപ്രകൃതിയായിരുന്നു, അതിന് നേരെ എതിർ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ആന കൂടിയാണ്. മാത്രമല്ല, അതിൻ്റെ ഹിസ്റ്ററിയും ട്രാക്ക് റെക്കോർഡും ഒക്കെ ആകെ എടുത്ത് പരിശോധിച്ചാലും പ്രശ്നങ്ങളാണ്. ഒപ്പം അവിടുത്തെ കാപ്പിത്തോട്ടങ്ങളിൽ നിരന്തരമായി, അതായത് ബേലൂർ മേഖലയിലെ കാപ്പിത്തോട്ടങ്ങളിൽ, ബേലൂർ മേഖലയിൽ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിൽ വ്യാപകമായി കൃഷിഭൂമിയിൽ ഇറങ്ങുകയും വിളകൾ നശിപ്പിക്കുകയും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒരു മോഴയാനയാണ്. അങ്ങനെ ഒരു ആനയാണ്. അത് തുടർച്ചയായി പരാതികളുണ്ടായ പശ്ചാത്തലത്തിലാണ് കർണാടക വനം വകുപ്പ് അതിനെ പിടികൂടി പിന്നീട് റേഡിയോ കോളർ ഘടിപ്പിച്ച് തുറന്നുവിടുന്നത്. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ആനയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഈ രീതികൾ കുറച്ചുകൂടി കുറേ കൂടി വൈൽഡായിരിക്കും എന്നത് തിരിച്ചറിയുന്നുണ്ട്. മറ്റൊന്ന് ഇതിൻ്റെ ലൊക്കേഷൻ. പക്ഷേ ഇത് ടെറൈൻ ഭയങ്കര ഹില്ലി ടെറൈൻ അല്ല, വളരെ എളുപ്പത്തിൽ തന്നെ ദൗത്യമൊക്കെ നിർവഹിക്കാൻ കഴിയും വിധം സമതല പ്രദേശമാണ് യഥാർത്ഥത്തിൽ. അതൊരു ഗുണകരമായി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കാരണം ഇത് വലിയ മനുഷ്യാധ്വാനമുണ്ട്, ഒപ്പം കുങ്കിയാനകളെ പങ്കെടുപ്പിക്കാൻ. സ്വാഭാവികമായും സജോ, ഈ ഒരു പ്രദേശം, പ്രത്യേകിച്ച് ഈ ജനവാസ മേഖല കൂടി അടുത്ത് കിടക്കുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിനെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദൗത്യം കൂടിയാണല്ലോ ഇത്. മാത്രമല്ല, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരുട്ട് വീഴാനുള്ള സാഹചര്യം, അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദൗത്യം അത് നടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്?
പ്രവിധ ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പ്രതീക്ഷ കൈവിടുന്നില്ല. ദൗത്യം സാധ്യമാണ്, അതായത് പിന്തുടരുന്നൊരു സംഘമുണ്ട്, മറുഭാഗത്ത് RRT സംഘമുണ്ട്. അതുകൊണ്ട് ഈ ദൗത്യം പൂർണ്ണമായും നടക്കില്ല എന്നൊരു നിഗമനത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഇപ്പോഴും ഒരു 5:15 പിന്നിട്ട് കഴിഞ്ഞു, 5:20 ആകുന്നു. ഇനി ഒരു 6 മണി വരെയൊക്കെ ഈ സാധ്യതകൾ അവശേഷിക്കും, ഒരു 6:30 വരെയൊക്കെ ഈ സാധ്യത അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അതിനും കൂടുതൽ സമയം പിന്നിട്ടാൽ പിന്നീട് കുങ്കിയാനകളൊക്കെ ഉപയോഗിച്ച് നീക്കും ഒക്കെയും അത് വനത്തിനകത്ത് തന്നെയാണെങ്കിലും വെളിച്ചക്കുറവും പ്രശ്നങ്ങളും മറ്റ് സാഹചര്യങ്ങൾ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ, കൂടുതൽ വെളിച്ചം, മറ്റ് അങ്ങനെയുള്ള ആർട്ടിഫിഷ്യലായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത് അതിനകത്ത് സാധ്യമാകുമോ എന്നൊരു വെല്ലുവിളിയൊക്കെ ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. പക്ഷേ അതിനിടെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞാൽ, അതിനിടെ ഒരു സ്ഥലത്ത് കൃത്യമായി ട്രാക്ക് ചെയ്യുകയും അതിന് വളയാൻ കഴിയുകയും മയക്കുവെടി വെക്കുകയും ചെയ്താൽ സ്വാഭാവികമായും മറ്റു കാര്യങ്ങൾ പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് പറയുന്നത്. അതായത് പ്രതീക്ഷ കൈവിടുന്നില്ല. ബാവലി ഭാഗത്ത് നിന്ന് എന്തായാലും ഇങ്ങോട്ടേക്ക് പോകുന്ന കാര്യം സ്ഥിരീകരിച്ചു. RRT സംഘം പിന്തുടരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന് നേരെ പിൻഭാഗത്ത് വനത്തിനകത്ത് RRT സംഘമുണ്ട്. ഈ ഭാഗത്തേക്ക് തന്നെയാണ് എത്താൻ സാധ്യത, മറ്റൊരു ഭാഗത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ അവിടെയും മുൻകരുതൽ ജാഗ്രതയൊക്കെ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്തു നിന്ന്, ഇവിടെ നിന്നും ഓപ്പറേഷനിൻ്റെ ഭാഗമാക്കാം, അല്ലെങ്കിൽ ദൗത്യം മിഷൻ ഓണാകാൻ പറ്റുന്ന ആളുകളെ കൂടി ഇങ്ങോട്ടേക്ക് കൂടി വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരും ദൗത്യത്തിൽ പങ്കാളികളാകും. പുറകെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയും എന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടേണ്ടതില്ല. ഇത് നേരത്തെ തീരുമാനിച്ചതുപോലെ നടപ്പാക്കാൻ, അതായത് മയക്കുവെടി ഒരു ലൊക്കേഷൻ കൃത്യമായി വേണം, ഒരു വിസിബിളായ ഒരു പ്രദേശം വേണം, അത് മയക്കുവെടി വെക്കാൻ കഴിയുന്ന അനുകൂലമായ സന്ദർഭം ആകണം. ഇപ്പോൾ പക്ഷേ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു അനുകൂലമായ സമയമാണ്. അതായത് ഈ ചൂടിൻ്റെ കാര്യത്തിൽ, കാലാവസ്ഥയുടെ കാര്യത്തിൽ ഇപ്പോഴും അനുകൂലമായ സമയമാണ്. വലിയ പ്രതിസന്ധിയില്ല. പക്ഷേ ഈ സമയത്ത് അത് സാധ്യമാകുന്നില്ല എന്നതുകൊണ്ട് അതിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഈ പ്രദേശമൊക്കെ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശമൊക്കെ വിസിബിളായ പ്രദേശമാണ്. ഇങ്ങോട്ടേക്ക് എത്തുമോ എന്ന് നമുക്കറിയില്ല. ഈ ഭാഗത്താണ് യഥാർത്ഥത്തിൽ, ഇതിനകത്താണ്, ഈ ഭാഗത്തു നിന്ന് വനത്തിനകത്താണ് RRT സംഘം, ഈ ഭാഗത്തുള്ള, അതായത് ചേലൂർ ഭാഗത്തുള്ള RRT സംഘം ഇതിനകത്താണുള്ളത്. ഇനി ഇത് കാത്തിരിക്കുക തന്നെ, പിന്തുടരുന്ന ആളുകൾക്ക് ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുമോ, അതല്ലെങ്കിൽ രാത്രിയിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ കഴിയും, പിന്നീട് ആനയെ എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നത് നിലവിലെ ഈ ട്രാക്കിംഗ് സിസ്റ്റം അനുസരിച്ച് ട്രാക്ക് ചെയ്യുക മാത്രമായിരിക്കും പിന്നീട് പ്രായോഗികമാകുക, അതായത് റേഡിയോ കോളർ വഴി. അതല്ലാതെ രാത്രിയിൽ വനത്തിനകത്ത് വീണ്ടും നിരീക്ഷണം തുടരുക. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് വനം വകുപ്പ് സംഘം ഈ ദൗത്യം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ബേലൂർ മഗ്നിയെ പിടികൂടി മയക്കുവെടി വെക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പിന് എത്താനായിട്ടില്ല. എന്തായാലും വനം വകുപ്പ് ആ ആനയെ പിന്തുടരുന്നുണ്ട്. നിലവിൽ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാഹചര്യവും അനുകൂലമായ ഒരിടത്താണ് ആന ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ മയക്കുവെടി വെക്കാനാകുമെന്നുള്ള പ്രതീക്ഷയും വനം വകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. സജോ ദേവസിയാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.